വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. മജീഷ്യൻ മുതുകാടിനെ അറിയാത്തവരായിട്ട് ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ. അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ക്ലാസ്സെങ്കിലും കേൾക്കാത്തവരുണ്ടാവില്ല. ഇപ്പൊ അദ്ദേഹത്തെ ചുറ്റിട്ട് വളരെ വലിയ വിവാദങ്ങളാണ്. കോടികൾ പറ്റിക്കുന്നു, ഭിന്നശേഷിക്കാരായ കുട്ടികളെ മുന്നിൽ നിർത്തിയിട്ട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ? ഇങ്ങനെ യൂസഫ് അലി മരിച്ചാൽ പോലും 1 കോടി രൂപ എല്ലാ വർഷവും മുതുകാടിന്റെ സെന്ററിന് കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തു പോയിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. ഇങ്ങനെ ഒരുപാട് പേരെ പറ്റിക്കുന്ന ഒരാളാണോ ഈ മജീഷ്യൻ മുതുകാട്? ഒരുപാട് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ആശാകേന്ദ്രമായിട്ട് മാറിയിരുന്ന ഈ മുതുകാടിന് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് ഇന്ന് പരിശോധിക്കുന്നത്. ഈ മുതുകാടിന്റെ ഒരു DAC എന്ന് പറയുന്ന ഒരു ഡിസേബിൾഡ് ആയ കുട്ടികളുടെ ആർട്ട് സെന്റർ ഉണ്ട്. അതായത് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രത്യേക കഴിവുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു സ്ഥിരം വേദി. അതിന് ഡയറക്ടറാണ് ശരിക്കും മുതുകാട്. ഈ മുതുകാട് അവിടെ മറ്റെന്താ പറയാ, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കിയിരുന്ന, കൂടെ വർക്ക് ചെയ്തിരുന്ന CP ഷിഹാബ് എന്നൊരു മോട്ടിവേഷൻ സ്പീക്കർ ഉണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് മുതുകാട് ആരാണ്. 2018 ഈ ഒരു അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടാവുന്നത്. പക്ഷെ ഞാൻ അന്ന് തന്നെ ഇത് പുറത്തറിയിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു പേടി എന്ന് പറയുന്നത്, അദ്ദേഹത്തെ പോലെ ഒരാൾക്കെതിരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ആളുകൾ വിശ്വസിക്കും. ഞാൻ അദ്ദേഹത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലൊക്കെ ആള് പറയുന്നത്. പക്ഷെ ഇപ്പോൾ തുറന്നു പറയാൻ കാരണം ഇതേ അനുഭവങ്ങളുള്ള ഒരുപാട് അമ്മമാര് വരുന്നുണ്ട്. അവരുടെ അനുഭവങ്ങൾ ലോകത്തോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞതിന്റെ പേരിൽ അവർ ചീത്തവിളി കേൾക്കുന്നു എന്നല്ലാതെ ഒരാള് പോലും ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. പക്ഷെ അതിനേക്കാളും എനിക്ക് വിഷമം തോന്നിയത്, ഈ അനുഭവങ്ങൾ അമ്മമാർ വന്ന് പറയുന്നതിന് മറുപടി ആയിട്ട് ഗോപിനാഥ് മുതുകാട് സാർ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ വീഡിയോകളിൽ ഒരിക്കലും പോലും അദ്ദേഹത്തിന് ഈ അമ്മമാർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നോ അല്ലെങ്കിൽ ഇത്തരം തെറ്റുകൾ തിരുത്താമെന്നോ പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞത് അവര് വ്യക്തിവൈരാഗ്യം തീർക്കുന്നു എന്ന രീതിയിലാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ അമ്മമാർക്ക് ഇദ്ദേഹത്തെ കുറിച്ച് വ്യക്തിവൈരാഗ്യം തീർക്കേണ്ട ഒരു ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, ഈ അമ്മമാർ പറയുന്ന അതേ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഈ ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഇത്തരം കുട്ടികളെ പോലെ ഒരാളായതുകൊണ്ടും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ നമുക്ക്, ഒരു ധാർമ്മിക ബോധമുള്ളൊരു വ്യക്തി എന്ന രീതിയിൽ ഇത് ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതൊരു വലിയ കുറ്റബോധമായിട്ട് ജീവിതകാലം മുഴുവൻ എനിക്ക് എന്റെ മനസ്സിലുണ്ടാവുന്നുള്ളത് കൊണ്ടാണ് ഇപ്പൊ പറയാൻ തീരുമാനിച്ചത്. ഇപ്പോഴും എനിക്കറിയാം, ഞാൻ പറയുമ്പോൾ ഇത് ഞാൻ സേഫ് അല്ല, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു നല്ല കാര്യം ചെയ്തു എന്നൊരു സന്തോഷമുണ്ട്. ഇപ്പോ ഈ പ്രസ് മീറ്റിന് ശേഷം എന്തെങ്കിലും ഭീഷണി സന്ദേശങ്ങളോ കോളുകളോ വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അറിയാൻ പറ്റുന്ന അങ്ങനെ നേരിട്ടോ അല്ലെങ്കിൽ വ്യക്തികളെ കൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊന്നും അദ്ദേഹം ചെയ്യില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം എന്നെ കുറച്ചു കാലത്തെ മൗനത്തിന് ശേഷം വളരെ മോശമാക്കി എന്നെ തെറ്റുകാരനാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുമെന്നല്ലാതെ ഞാൻ പറഞ്ഞ ഈ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ഈ ആരോപണങ്ങൾ ഉണ്ടല്ലോ, ഇത് ആരോപണങ്ങളല്ല, എന്റെ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങൾക്കൊന്നും മറുപടി പറയാതെ മറ്റു പല രീതിയിലും എന്നെ മോശക്കാരനാക്കാനുള്ള ശ്രമങ്ങൾ മാത്രമായിരിക്കും അദ്ദേഹം നടത്തുന്നത്. അതുപോലെ കുറച്ച് കോളുകൾ വരുന്നുണ്ട്, മുതുകാട് സാർ അങ്ങനെയല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അറിയാമെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അദ്ദേഹത്തെ അവരെക്കാളും വ്യക്തിപരമായിട്ട് എനിക്ക് അറിയുന്നതാണ് ഇദ്ദേഹത്തെ. എനിക്ക് ഇപ്പോഴും ഇദ്ദേഹത്തെ മോശമാക്കണമെന്ന് ആഗ്രഹമില്ല. എന്ന് പറയുന്നത്, ഈ ഒരു സ്ഥാപനത്തിന്റെ നല്ല ഉദ്ദേശം സമൂഹം വിചാരിക്കുന്ന പോലെ അല്ല എന്നുള്ളതും ഈ ഒരു സിസ്റ്റം ശരിയല്ല എന്നുള്ളതും പറ്റുമെങ്കിൽ സർക്കാർ ഇത്തരം സ്ഥാപനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നടത്തണം എന്നുള്ളതാണ്. മുതുകാട് തന്നെ നേരിട്ട് വിളിച്ച ഒരു സന്ധി സംഭാഷണത്തിന് സാധ്യതയില്ലേ? ഒരിക്കലും ഇല്ല. അദ്ദേഹം ഒരിക്കലും നേരിട്ട് വിളിക്കാനോ ഒരു സന്ധി സംഭാഷണമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് ഇനി ആകെ ചെയ്യാൻ കഴിയുന്നത്, ഷിഹാബ് ശരിയല്ല, ഷിഹാബ് മോശക്കാരനാണ് എന്ന് ചിത്രീകരിക്കുകയും അതിലൂടെ ഷിഹാബ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും വ്യക്തിപരമായ ആരോപണങ്ങളാണ് ചിത്രീകരിക്കുകയും ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ എത്ര കാലം അദ്ദേഹത്തിന് എന്നെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയും? ഈ പറയുന്ന അമ്മമാരൊക്കെ അദ്ദേഹം എങ്ങനെ മോശമായി ചിത്രീകരിക്കും? അപ്പൊ അത്തരം ഒന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ ഉള്ള അമ്മമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വലിയ പ്രശ്നക്കാരനായിരുന്നു എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും അദ്ദേഹം നടത്തുന്നത്. അത് ഞാൻ 100% പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത്തരം രീതികളാണ് അദ്ദേഹത്തിന് ഇനി മുമ്പിൽ സാധ്യതകളുള്ളത്. അപ്പോൾ അങ്ങനെ അമ്മമാർ വന്ന് പറഞ്ഞാൽ പോലും എനിക്ക് സങ്കടമല്ല. കാരണം ആ അമ്മമാർ ഇത്രയും കാലം വരെ, ഈ ഒരു 5 വർഷത്തിന് ശേഷം ഈ അവസാന നിമിഷം വരെയും എന്നോട് വളരെ വ്യക്തിപരമായ സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ഇനി അവരിപ്പോ വലിയ ഭീഷണിക്ക് വഴങ്ങിയിട്ടോ നിർബന്ധത്തിന് വഴങ്ങിയിട്ടോ അങ്ങനെ എനിക്കെതിരെ പറഞ്ഞാൽ പോലും ആ അമ്മമാർക്ക് പോലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു എന്താ പറയാ, മനസ്സാക്ഷിയോട് നീതി ചെയ്യാത്തതിന്റെ കുറ്റബോധം കാലകാലം ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള അമ്മമാർക്ക് അവരുടെ മുതുകാടിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന അമ്മമാർ അല്ലെങ്കിൽ പാരന്റ്സ്, ശരിക്കും അത് അവരുടെ ഗതികേടിനെ മുതുകാട് ചൂഷണം ചെയ്യല്ലേ? തീർച്ചയായിട്ടും. കാരണം പല അമ്മമാരും എന്നോട് അമ്മമാര് പറയാറുണ്ട്, നമ്മുടെ കുട്ടികളെ വെച്ച് അദ്ദേഹം കോടികളോ ലക്ഷങ്ങളോ ഉണ്ടാക്കിക്കോട്ടെ, പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതേ അമ്മമാര് തുറന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു അവസരം പോലും അവർക്ക് ഇല്ലാതാവുമെന്ന് പേടിയുള്ളത് കൊണ്ടാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഈ മുതുകാട് സാറ് പേടിച്ചവിടെ നിൽക്കുന്നത്? ഈ സാറ് വരുന്നതിന് മുമ്പും ഇവിടെ കേരളത്തിൽ കുട്ടികളില്ലേ? ഇത്രയും കാലം ഈ കുട്ടികൾ ആരും തെരുവിൽ ഉപേക്ഷിച്ചവരൊന്നുമല്ലല്ലോ. ഇവിടെ ഗവൺമെന്റ് സംവിധാനങ്ങളുണ്ട്, BRC ഉണ്ട്, സ്പെഷ്യൽ സ്കൂളുകളുണ്ട്. ഇവരൊക്കെ വളരെ നല്ല രീതിയിൽ കുട്ടികളെ പരിപാലിച്ച് കൊണ്ടുവന്ന് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് കഴിവുകളുള്ള കുട്ടികളാക്കിയ ഈ കുട്ടികളുടെ കഴിവുകളെ ഓഡീഷനിലൂടെ നല്ല കുട്ടികളെ തെരഞ്ഞെടുത്ത് അതിനെ പ്രദർശിപ്പിച്ച് അത് ഇദ്ദേഹം വഴി ഉണ്ടായതാണെന്ന് കാണിക്കുമ്പോഴാണ് നമുക്കത് എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണെന്ന് ഒരു ആവശ്യം വരുന്നത്. ഷിഹാബ് എങ്ങനെയാണ് മുതുകാടിനൊപ്പം ചേരുന്നത്?
ഏത് കാലയളവിലായിരുന്നു ആ പ്രവർത്തനം? ഞാൻ PG പഠിക്കുന്ന സമയത്ത് ഏകദേശം 2017 തോന്നുന്നു, ഉള്ളേരി എന്ന് പറയുന്ന സ്ഥലത്ത് +2 പാസ്സായ കുട്ടികളുടെ ഒരു മോട്ടിവേഷൻ പരിപാടി, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് ഒരു അവാർഡ് കൊടുക്കുന്നത് മോട്ടിവേഷൻ. അതിൽ ഒരു സെക്ഷൻ ഗോപിനാഥ് മുതലാളി സാറിന്റെ മോട്ടിവേഷനും നെക്സ്റ്റ് പ്രോഗ്രാം എന്റേതുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം പല കമന്റുകൾ വരുന്നുണ്ട്, മുതുകാടാണ് ഷിയാബിനെ വളർത്തി വലുതാക്കിയത്, എന്നിട്ട് ഷിയാബ് തിരിഞ്ഞു കൊത്തി എന്നൊക്കെ പറയുന്നുണ്ട്. മുതുകാട് ഈ ഒരു പ്രോഗ്രാമിൽ അതിഥിയായി വരുന്ന അതേ പ്രോഗ്രാമിൽ അതിഥിയാണ്, അതേ പ്രോഗ്രാമിൽ മോട്ടിവേഷൻ സ്പീക്കർ ആയിരുന്നു ഞാൻ. ഇനി നിങ്ങളെ മുതുകാട് എന്നെ വളർത്തി എന്ന് പറയുന്നതിന്റെ ലോജിക് ഒന്ന് സ്വയം ചിന്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തനം ആരംഭിക്കുന്നു. എപ്പോ തൊട്ടാണ് ഈ അസ്വാരസ്യങ്ങൾ വന്നു തുടങ്ങിയത് നിങ്ങൾക്കിടയിൽ? ഞാൻ അങ്ങനെ അദ്ദേഹത്തെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് എന്നെ ക്ഷണിക്കുന്നു മോട്ടിവേഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ട്. 2 പ്രാവശ്യം ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ആസ് എ മോട്ടിവേഷൻ സ്പീക്കർ എന്ന രീതിയിൽ അതിഥിയായിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം ഇങ്ങനെ പ്രൊജക്ട് തുടങ്ങുന്നു എന്ന് എന്നോട് പറയുന്നത്. മാജിക് പ്ലാനറ്റും ഡിഫറെന്റ് ആർട്ട് സെന്ററോ അല്ല, അന്ന് തുടങ്ങുന്നത് എംപവർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അതായത് സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ അനുയാത്ര എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് എംപവർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഈ കുട്ടിയുടെ എംപവർമെന്റ് ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ്. അതുകൊണ്ട് ആ കുട്ടികളിൽ അവരെ പെർഫോം ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു മോട്ടിവേഷൻ ടോക്ക് പോലെയും ആങ്കറിംഗ് ആയിട്ടും അതുപോലെ തന്നെ ഒരു മജീഷ്യനായിട്ടും അവരെ കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് എന്നോട് ജോയിൻ ചെയ്യാൻ പറയുന്നത്. പക്ഷെ അവിടെ ഒരു വലിയ പ്രശ്നം എനിക്ക് അന്ന് തന്നെ കണ്ടത്, ഈ 5 കുട്ടികളെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ നിരന്തരം പറയുന്ന സമയത്ത് എന്നോട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് അറിയില്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് അവരുടെ കുട്ടികളുടെ അമ്മമാരെ നോക്കിക്കോളും. അങ്ങനെ അവിടെയുള്ള ഒരു കുട്ടിയുടെ അമ്മയെ ഒരു കെയർ ടേക്കർ എന്ന രീതിയിലാണ് അദ്ദേഹം വെച്ചത്. അപ്പൊ അവരാണ് ഇവരെ ഡ്രസ്സ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവിടെ തന്നെ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. രണ്ടാമത്തെ കാര്യം, ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് കറക്റ്റ് പ്രോപ്പർ സമയത്ത് ഫുഡ് കൊടുക്കണം. അതിന് ഒരു വയലന്റ് ആവും. അപ്പൊ ഈ ഭക്ഷണം കൊടുക്കുന്ന സമയത്തൊക്കെ സ്പെഷ്യൽ ഷോ വരും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, അതിഥികൾ വരുന്ന സമയത്ത് അതിഥികളുടെ മുമ്പിൽ കുട്ടികളെ കാണിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന്റെ ഉദ്ദേശം നടക്കുള്ളൂ. അപ്പൊ അദ്ദേഹം എന്നോട് പറയും, സ്പെഷ്യൽ അതിഥികൾ വരുന്ന ദിവസം മുതുകാട് സാർ ദൈവമാണ്, ഈ കുട്ടികളുടെയൊക്കെ സംരക്ഷണം മുതുകാട് സാറിലേക്ക് നടക്കില്ല എന്ന് പറയണം. ഇത് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിപ്പോ എനിക്ക് കുറ്റബോധമുണ്ട്, അന്നും കുറ്റബോധം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവിടെ ജോയിൻ ചെയ്തുകൊണ്ട് ഉടനെ നമുക്ക് റിസൈൻ ചെയ്ത് പോരാൻ പറ്റില്ല. ഒരു വർഷത്തേക്കൊക്കെയുള്ള രീതിയിൽ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കുട്ടികൾ ഇത് ശരിക്കും ഗോപിനാഥ് മുതുകാട് തന്നെയാണ് പറയുന്നത്. അതായത് ഞാൻ അദ്ദേഹം എന്നോട് വന്ന് പറയും, മുതുകാട് സാർ ഞങ്ങളുടെ ദൈവമാണ്. ഞാനിത് പറയുന്നത് കള്ളമാണെങ്കിൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ ദുബായ് പ്രോഗ്രാമിൽ ഈ കുട്ടികൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഈ കുട്ടികളിലുള്ള ഒരു കുട്ടിയുടെ അമ്മ വന്നും ഇതേ ഡയലോഗ് പറയുന്നുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ നിരന്തരം നമ്മളോട് അത് പറയാൻ അദ്ദേഹം നിർബന്ധിക്കുമായിരുന്നു. പക്ഷെ അതൊക്കെ കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ പറഞ്ഞാലെങ്കിലും കൂടുതൽ ഫണ്ട് കിട്ടിയാൽ കൂടുതൽ കുട്ടികൾക്ക് ഉപകാരപ്രദമാകുമെന്നൊരു ഉദ്ദേശമായിരുന്നുണ്ട്. അതിനുശേഷം ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഷോ ചെയ്യാൻ വരുമ്പോൾ ഞാൻ പറയും, സാർ ഇപ്പൊ കുട്ടികൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഏകദേശം 2:30 മണിയായി. അപ്പൊ എന്നോട് പറയും, ഇല്ല അങ്ങനെയല്ല, അത് ഈ ഗസ്റ്റ് കൂടി പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചാൽ മതി, ഗസ്റ്റ് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, അവര് ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടാവും. ഞാൻ പറയും ഷോ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ പലപ്പോഴും ഒരു ഷോ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ കാരണം ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ കുട്ടികൾ അവരുടെ ഇഷ്ടത്തിന് ഒരു എന്റർടൈൻമെന്റ് എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവരെ കൊണ്ട് ഫോഴ്സ് ചെയ്തിട്ട് അടിമപ്പണി എടുപ്പിക്കുന്ന പോലെയല്ല ഈ ഷോ കാണിക്കേണ്ടത്. ഈ കുട്ടികൾക്ക് ഒരിക്കലും തുറന്നു പറയാൻ പറ്റില്ല. അപ്പൊ ഈ കുട്ടികളുടെ അമ്മമാർ എന്നോട് പറയും, എന്നെ ഒരു ബാവ എന്ന് വിളിക്കാം. അവരെന്നോട് പറയും, ബാബ ഇത് ബാവക്ക് സംസാരിക്കാൻ കഴിയുമല്ലോ, ബാവയല്ല ഇവരുടെ കൂടുതൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരാള്, ബാവ ഇത് പറയണം. കുട്ടികളുടെ സമയത്ത് ഫുഡ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇദ്ദേഹം ചിന്തിക്കണ്ട. ഈ ഓട്ടിസുള്ള കുട്ടികളും മെന്റലി റിട്ടയർഡ് ആയ കുട്ടികളൊക്കെ സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ വയലന്റ് ആവുന്നൊക്കെ അദ്ദേഹം ചിന്തിക്കണ്ടേ. അദ്ദേഹത്തിന് അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമല്ല. അദ്ദേഹത്തിന് മറ്റേ സിംഗിൾ പറയില്ലേ, ഷോ മസ്റ്റ് ഗോ ഓൺ പറയില്ല, അതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അങ്ങനെയൊക്കെയാണ് അദ്ദേഹമായിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു നോട്ടബിൾ പേഴ്സൺ ആവുന്നതും ഒരു എന്താ പറയുക ഒരു മാർക്ക് ചെയ്ത വ്യക്തിയായി മാറുന്നത്. പിന്നെ അദ്ദേഹത്തിന് ശേഷം ഞാൻ കുവൈത്തിൽ പ്രോഗ്രാം പോകുന്ന സമയത്തൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, സാർ നമ്മൾ ദൈവമാണെന്ന് പറയണം, സാറാണ് ഞങ്ങളുടെ സംരക്ഷണം എന്ന് പറയണം. അങ്ങനെ കുവൈത്തിൽ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ മാജിക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു മെയിൻ ആയിട്ട്. അപ്പൊ അത് കണ്ടപ്പോൾ കുറെ പേർക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അങ്ങനെ കുറെ പേര് എനിക്കൊരു ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ ചെറിയ എമൗണ്ട് ഒക്കെ, എനിക്ക് തോന്നുന്നു കുവൈത്തിലെ ഏറ്റവും വലിയ പൈസ 20 കുവൈത്ത് ദിനാറാണ് തോന്നുന്നു ഏറ്റവും വലുത്, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അങ്ങനെ കുറച്ച് ആ 100 രൂപ കുവൈത്തിൽ 100 രൂപ 200 രൂപ അങ്ങനെ കുറച്ച് പേർക്ക് തന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ അത് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, സാർ എനിക്ക് കുറച്ച് കാശ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഓക്കെ ശരി അതുപോലെ അദ്ദേഹം വാങ്ങി. അപ്പൊ അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ് ലിഫ്റ്റിൽ പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ കൂടെ പ്രഹ്ലാദ് ആചാര്യ എന്ന് പറയുന്ന ഒരു ഷാഡോ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, എന്റെ ബ്രദർ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് സ്ഥലത്ത് എനിക്ക് കിട്ടിയ പൈസ എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ അദ്ദേഹം ഓക്കെ ഇത് പ്ലാന്റിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് വാങ്ങി. അപ്പോൾ ഈ പ്രഹ്ലാദ് ആചാര്യ എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യനാണ് ഞാൻ തോന്നുന്നു. അദ്ദേഹം സാർ ഇത് ഷിയാബിനൊരു ഗിഫ്റ്റ് ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതി കിട്ടിയതല്ല, അത് സാർ കൊടുത്തേക്കും തോന്നുന്നു. ഓക്കെ സോറി എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നു. അപ്പൊ ഈ ഒരു പ്രോഗ്രാം നമ്മളങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ അതിലേക്ക് വെറുതെ കൊണ്ടുവരുന്നില്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം എനിക്ക് നെക്സ്റ്റ് ഡേ എന്റെ കല്യാണമാണ്, ഏപ്രിൽ 14 നമ്മളവിടെ ഉള്ളത്, 15 എന്റെ കല്യാണമാണ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കൊരു
ഇന്ത്യൻ റുപ്പീസ് ഏകദേശം 2 ലക്ഷം രൂപ ഒരു സമ്മാനമായിട്ട് സമ്മാനം പോലെ വിവാഹ സമ്മാനം എന്ന രീതിയിൽ. അപ്പൊ മുതുകാട് സാർ എന്നോട് പറഞ്ഞു ആ ഒരു കാശ് എനിക്ക് തരും, ഞാനത് അക്കാഡമിയിലേക്ക് ഇട്ടിട്ട് നാട്ടിലെത്തിയിട്ട് ഷിയാബെ ഇന്ത്യൻ മണി ആക്കി കൺവേർട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മാത്രം, കാരണം അങ്ങനെ അദ്ദേഹത്തിന് എനിക്ക് സംശയമുണ്ട്. കാരണം അങ്ങനെ ഇദ്ദേഹം ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം എന്താ പറയുക, ഇദ്ദേഹം നാളെ ഒരു പ്രൂഫ് ആക്കും, എന്ത് ഷിയാബിന്റെ കല്യാണത്തിന് അക്കാഡമിയിൽ നിന്ന് 2 ലക്ഷം രൂപ കൊടുത്തു എന്നതിന്റെ പ്രൂഫ് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാർ ഇത് 2 ലക്ഷം രൂപ ഇന്ത്യൻ മണിയല്ല, അപ്പൊ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന പ്രശ്നമില്ല, ഓൾറെഡി നമ്മൾ പ്രോഗ്രാമിന് വന്നതിന്റെ തെളിവുകളൊക്കെ ഉണ്ട്, ബ്രൗഷറുണ്ട്, നോട്ടീസുകളൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് കുറച്ച് പേര് പറഞ്ഞു, ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊരു പ്രോഗ്രാം പേയ്മെന്റ് കാറ്റഗറിയിലേ പെട്ടുള്ളൂ, പക്ഷേ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. അപ്പൊ അതുകൊണ്ട് ഞാനത് എന്റെ പാൻസിന്റെ പോക്കറ്റിൽ ഇട്ട് തന്നെയാണ് ഞാൻ പൈസ കൊണ്ടുപോയത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം എന്നോട് ഒരു വ്യക്തിവൈരം എന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. അങ്ങനെയാണ് ഒരു അകൽച്ച തുടങ്ങുന്നത്. ഈ കുട്ടികളോട് ഇപ്പൊ പറഞ്ഞ 5 കുട്ടികളോടും ഇദ്ദേഹം എങ്ങനെയായിരുന്നു പെരുമാറുന്നത്? സ്നേഹത്തോടെ പെരുമാറുന്നത് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഈ 5 കുട്ടികളുടെ രക്ഷിതാക്കൾ എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളടക്കം നിർത്തിയിട്ട് അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കും, ഇപ്പൊ ഇവിടെ ഇറങ്ങാം, നിങ്ങൾ ആരും കണ്ടിട്ടല്ല, നിങ്ങൾ ആരും വെച്ചിട്ടില്ല ഞാൻ തുടങ്ങിയത്, 100ഓളം കുട്ടികൾ കാത്തിരിക്കുന്നുണ്ട്, അപ്പോൾ ആര് കണ്ട് ഇപ്പോൾ ഇവിടെ ഇറങ്ങാം. അദ്ദേഹം ഒരു ജെന്യൂനായ പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹം അത് പറയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഈ ക്യാമറ ഇല്ലാത്ത സമയത്ത് ഒരിക്കലെങ്കിലും അവിടെ വന്നിട്ട് കുട്ടികൾക്ക് സുഖമാണെന്ന് അദ്ദേഹം ചോദിച്ചതായിട്ട് ഒരാൾക്കും തെളിയിക്കാൻ പറ്റില്ല. ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വാത്സല്യം, അദ്ദേഹത്തിന്റെ കെട്ടിപ്പിടിക്കലുകൾ, സ്നേഹമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ കണ്ണുകൊണ്ട് കാണുന്ന വ്യക്തിയാണ്, എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്, ഈ ഒരു വ്യക്തി ഇല്ലെങ്കിലും ഈ കുട്ടികൾ ജീവിക്കുമല്ലോ. പക്ഷെ അമ്മമാരൊക്കെ ഒഴി വന്നു. അപ്പൊ ഈ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടികൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നു, അവർക്ക് 10,000 രൂപ സാലറി കിട്ടുന്നു, അതൊരു വലിയ കാര്യമാണ്. അതുപോലെ ചെറിയ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് വലിയ കാര്യങ്ങൾ നേടാൻ അദ്ദേഹം നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഞാനടക്കമുള്ള വ്യക്തികളെ ചെറിയ കാര്യങ്ങൾ, എനിക്ക് 20,000 രൂപ സാലറി ഉണ്ടായിരുന്നു. ആ 20,000 രൂപ സാലറി തന്നു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. പിന്നെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തും പറയുമല്ലോ. അതാണ് ഈ ഒരു മജീഷ്യൻ ആയിട്ട് നടന്നിരുന്ന കാലത്ത് ഇനി മാജിക് ഷോയിലൊന്നും കാണിക്കാനില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി, ഞാൻ മാജിക് നിർത്തുകയാണ്, പകരം ഞാൻ മാജിക് പ്ലാനറ്റ് എന്ന പേരിൽ ഒരു സെന്റർ ഞാൻ ട്രിവാൻഡ്രത്ത് തുടങ്ങണം. അതായത് തെരുവിലെ മാജിക് ഷോ നടത്തുന്ന ആളുകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവർക്കൊരു സ്ഥിരം വേദി കൊടുക്കാം. അപ്പൊ അവിടെ വരുന്ന ഒരാളുകൾക്ക് ഈ മാജിക് ഷോ കാണാനുള്ള അവസരം കൊടുക്കുക എന്തായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം സ്വന്തം സ്വത്തെല്ലാം വെച്ചിട്ടാണ് ഈ പദ്ധതി തുടങ്ങിയത്. വളരെ നല്ല കാര്യമായിരുന്നു. കൂട്ടത്തിൽ അദ്ദേഹം തുടങ്ങിയ മറ്റൊരു സംരംഭമാണ് ഈ ഒരു DRC എന്ന് പറയുന്ന ഈ ഡിസേബിൾഡ് ആയ കുട്ടികളുടെ DAC ആർട്ട് സെന്റർ. ആ ഒരു സെന്ററിലും ഈ ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കാമെന്നൊരിക്കലും മുതുകാട് വാക്ക് കൊടുത്തിട്ടില്ല. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുകൾ ഉണ്ടെങ്കിൽ അവരെ ഓഡീഷൻ നടത്തിയെടുത്തിട്ട് അവർക്കൊരു സ്ഥിരം വേദി കൊടുക്കുക. അത് വിദേശങ്ങളിൽ വേദി കിട്ടും, നാട്ടിൽ തന്നെ സ്ഥിരം വേദി കിട്ടും. ഇങ്ങനെ ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ കലാപരമായ കഴിവുള്ള ആളുകളെ എന്താ പറയാ ഓഡീഷൻ നടത്തി കണ്ടെത്തിയിട്ട് അവർക്കൊരു കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന വേദി കൊടുക്കലാണ്. പക്ഷേ ഈ മുതുകാടിന്റെ PR ടീം ഉണ്ടല്ലോ, ഈ PR-കാര് മുതുകാടിന് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നും ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന സെന്ററാണ് എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങളും പ്രചരണങ്ങളും നടത്തിയപ്പോൾ രക്ഷിതാക്കളും മറ്റും കരുതിയത് എന്നാ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ്. എന്നാൽ ഈ തെറ്റ് തിരുത്താൻ മുതുകാട് തയ്യാറായതുമില്ല. ഞങ്ങൾ അങ്ങനെ ആരും സംരക്ഷിക്കുന്നവരല്ല, കുട്ടികളെ നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും കലാപരമായ കഴിവുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ ഒരു വേദി മാത്രമാണ്. പക്ഷേ പലരും കരുതിയിട്ടുള്ളത് ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുന്ന ആളാണ് മുതുകാട് എന്നുള്ളത്. ശരിക്കും അങ്ങനെയല്ല. അപ്പോ ഇത് ഇത്തരം എന്താ പറയാ ഒരു ആളുകളിൽ നിന്ന് കാശ് കിട്ടാൻ വേണ്ടി മുതുകാട് തന്നെ ഇതിൽ മൗനം പാലിക്കുകയും പരമാവധി ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ വരട്ടെ എന്ന് കരുതിയിട്ട് സ്വയം നിന്നുകൊടുക്കുക ചെയ്ത്. ഞാൻ പറയുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മുതുകാടിന്റെ കയ്യിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷെ ആളുകളെ പറ്റിക്കണം എന്ന് കരുതിയിട്ടല്ല, അദ്ദേഹത്തിന്റെ ഈ സെന്ററിൽ ഒരു സംരക്ഷകനായിട്ടല്ല, മറിച്ച് കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കാനുള്ള ഒരു സ്പേസ് മാത്രമായിരുന്നു. എന്തായാലും വിഷയത്തിൽ അന്വേഷണം വന്നിട്ട് സത്യാവസ്ഥ ജനം അറിയട്ടെ. ഒരുപാട് ആളുകൾ മുതുകാടിനെ സ്നേഹിച്ചിരുന്ന ആളുകളുണ്ട്, കാരണം അദ്ദേഹം അത്രയും കഴിവുള്ള ഒരാളാണ്. എന്തായാലും ഈ വിഷയത്തിൽ സത്യം തുറന്ന് പുറത്തു വരട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.